الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. വേദിയിലെ ബഹുമാന്യരായ IICയുടെ സാരഥികളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു മാസം വരവേൽക്കാൻ കാത്തിരിക്കുന്ന സമൂഹത്തിന് മുന്നിൽ ആ മാസത്തിന്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പ്രത്യേകതകളും പ്രാധാന്യവും ഒക്കെ അറിയാനും കാണിക്കാനും മനസ്സിലാക്കാനായി അഖിലം റമദാൻ എന്ന പേരിൽ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തെ നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. നാം പ്രാർത്ഥിക്കുകയാണ്. നാളെ പരലോകോടതി നമ്മുടെ നന്മയുടെ തുലാസം കൂടാൻ നന്മയുടെ ഭാഗത്ത് ധനം കൂടാൻ ഈ ഒരു ഒരുമിച്ച് കൂടൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. റമദാൻ സാധാരണ മാസമല്ല എന്നെല്ലാവർക്കും അറിയാം. റമദാൻ സ്വീകരിക്കേണ്ടതും സാധാരണ മാസമല്ല. മനസ്സും ശരീരവും ശുദ്ധമാക്കി ഈമാൻ ശക്തമാക്കി നിഷ്കളങ്കമായ മനസ്സോടുകൂടി റമദാനിനെ നാം സ്വീകരിക്കേണ്ടത്. ഇത് ശഅബാൻ മാസമാണ്. പരിശുദ്ധ റമദാൻ സ്വാഗത മാസമാണ് ശഅബാൻ എന്നത്. ശഅബാനിന്റെ 15 ദിവസങ്ങൾ നമ്മുടെ യാത്ര ചോദിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മാസപോലെയല്ല ശഅബാനിനെ കണ്ടിട്ടുള്ളതും. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, പലപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട പ്രാധാന്യമായി പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുങ്ങിയ മാസങ്ങളെ അതേ കാണാൻ അറിയാനും മനസ്സിലാക്കാനും സാധിക്കാതെ പോകുന്നു എന്നത് വലിയ സങ്കടകരമായ അവസ്ഥയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മനസ്സിലാക്കിയ ആമികായ സലഫുകളുടെ ജീവിതം പറയുന്നത് കാണാം. ഇദാ ദഖല ശഅബാനിലേക്ക് പ്രവേശിച്ചാൽ ഇദാ ദഖല റമദാൻ എന്നല്ല, ഇദാ ദഖല ശഅബാനിലേക്ക് പ്രവേശിച്ചാൽ മുൻഗാമികളെ എല്ലാ ഇടപാടുകളും നിർത്തിവെക്കും. എല്ലാം അവസാനിക്കും അവർ. എപ്പോ റമദാനിലല്ല ശഅബാനിലേക്ക് പ്രവേശിച്ചാൽ എല്ലാ യാത്രകളും ഒഴിവാക്കും അവർ. എല്ലാ പരിപാടികളും ഒഴിവാക്കും അവർ. എന്നിട്ടോ ഖുർആൻ പാരായണത്തിന് വേണ്ടി അവർ ശഅബാനിനെ മാറ്റുമായിരുന്നു എന്ന് മുൻഗാമികളുടെ പറയുന്ന ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഞാനിതാമുഖമായി സൂചിപ്പിച്ചത് പലപ്പോഴും അങ്ങനെ ഒരുങ്ങണം. പക്ഷേ ശഅബാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രത്യേകതയോ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നത് സങ്കടകരമായ അവസ്ഥയാണ്. നമ്മളിപ്പോൾ പിന്നാലെയാണ്.
പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം എടുത്ത മാസമാണെന്നും നമ്മുടെ അമലുകൾ തുടങ്ങുന്ന മാസമാണെന്നും ശഅബാനിന്റെ 15 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ അടിമകൾ കൊടുക്കുന്ന മാസമാണ് പഠിപ്പിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ രാവിൽ ഏറെ പ്രാധാന്യത്തിൽ മാസത്തിൽ എങ്ങനെയൊക്കെ പ്രാധാന്യത്തിൽ നിന്നും എങ്ങനെയൊക്കെ ഈ മഹത്വത്തിൽ നിന്നും വിശ്വാസികളെ വലിച്ചാൽ കഴിയുമോ എന്ന് പിശാച് വല്ലാതെ ശ്രദ്ധിക്കുകയാണ്. പുതിയ പേരുകയാണ്, പുതിയ പ്രോഗ്രാമുകളാണ്. എപ്പോ ബാക്കി 10 മാസം ഉണ്ടായി കഴിയുന്നില്ല പലർക്കും. ഈ മാസത്തില രാവിൽ റമദാൻ രാവിൽ അല്ലാഹുവിലേക്ക് രാവിൽ ഞാനിത് പറയും ആർക്കും ഒരു പ്രയാസം ഉത്തരവാദിത്തമാണ് പറയൽ. എപ്പോ ഈ പരിശുദ്ധമായ രാവുകളിൽ വിശുദ്ധ റമദാൻ വരെ ഈ പരിശുദ്ധമായ ശഅബാൻ അല്ലാഹുവിലേക്ക് കൈകൾ കാത്തിരിക്കേണ്ട രാവിൽ ഖൗം ആ ഖൗമിനെ പോകുന്നതാരാ ഖൗമിന്റെ ലേബലിലുള്ളവരാണ്. ശ്രദ്ധിക്കണം ഇത്. മറ്റു മാസങ്ങളെയാകാം ശഅബാൻ റമദാനൊക്കെ വിശ്വാസികൾക്ക് കൊടുക്കണമെന്ന് സാന്ദർഭികമായി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് മുൻഗാമികളായ ആളുകൾ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ കൊയ്യുകയും റമദാൻ കാക്കുകയും ചെയ്യുന്ന അവർ പറയുന്നുണ്ട്. മംഗളം ആശംസകൾ ലിമൻ റമദാൻ മുമ്പ് മനസ്സാക്കിയവർക്ക് റമദാൻ തയ്യാറായവർക്ക് സ്വാഗതം എന്ന് മുൻഗാമികളുമായെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനിത് സൂചിപ്പിക്കുന്നുണ്ടോളം ദിവസങ്ങൾ നമ്മൾ ഒരുങ്ങണം സഹോദരങ്ങൾ. റമദാനാകാമെന്നല്ല, ഒരു കല്യാണമായി നമ്മുടെ വീട്ടിൽ കല്യാണം തീരുമാനിക്കുന്നതിന് മുൻപേ അതിന്റെ ഒരുക്കങ്ങൾ നടത്തും. അതിന്റെ ദിവസങ്ങളിലേക്ക് മുൻപേ അതിന്റെ ആലോചനകൾ നടക്കും. അതുമായി കാര്യങ്ങളൊക്കെ ചെയ്യും. അതല്ല കല്യാണവുമായി ബന്ധപ്പെട്ട നടക്കാറുള്ളത്. റമദാൻ വിശ്വാസം തയ്യാറാകേണ്ടത് റമദാൻ അതുകൊണ്ടാണ് ഈ രാവുകളിൽ റമദാനെ സ്വാഗതം എന്ന പേരുകളിൽ എല്ലാവരും പ്രോഗ്രാമുകളിൽ സംഘടിപ്പിക്കുന്നത്. റമദാൻ അറിയിക്കാനാണ്, റമദാൻ കേൾപ്പിക്കാനാണ്. എനിക്ക് പ്രത്യേകതയായിട്ടൊന്നും നിങ്ങൾക്ക് പറയാനില്ല. കഴിഞ്ഞ വർഷം കേട്ട കാര്യങ്ങളൊന്നും കൂടുക എന്ന് മാത്രം. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ റമദാൻ വരുമ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ ഒരുമിച്ച് കൂട്ടും. എല്ലാവരെയും ചേർക്കും. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനെ പറഞ്ഞു കൊടുക്കും. റമദാനിലുള്ള ദിവസമാണ് രാവുകൾ. മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് സ്വഹാബികളെ വിളിക്കുകയാണ്. എല്ലാവരും സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ സുഫിദത്തി ശയാതീനു വമറൽ ജിന്നി
റമദാൻ അതിന്റെ ആദ്യ രാത്രിയായാൽ റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തിൽ രാവ് കഴിഞ്ഞാൽ മനുഷ്യനെ സകലവിധ പൈശാചികതകളിലേക്ക് നയിക്കുന്ന സകലവിധങ്ങളിലേക്ക് നയിക്കുന്ന ശൈത്വാന്മാരെ പടച്ചങ്ങല മാസം നിങ്ങൾ പിശാചിനെ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും ഒരിക്കലും കവാടങ്ങൾ തുറക്കുകയില്ല. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാണ്. ഒരിക്കലും മടങ്ങാത്ത രൂപത്തിൽ നോക്കൂ നിങ്ങൾ. റമദാൻ വന്നാൽ നരകത്തിന്റെ കവാടങ്ങൾ അടച്ചുവെക്കപ്പെടുമെന്നും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല വയ്യുനാദിൻ അവിടുന്ന് പ്രത്യേകമായി പറയുകയാണ് യാ ബാഗിയൽ യഖ്ബിൽ വയാ ബാഗിയൽ യഖ്സിർ. നന്മ ആഗ്രഹിക്കുന്നവരെ നന്മയിലേക്ക് തയ്യാറായിക്കോ. ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാക്കളെല്ലാം അവസാനിപ്പിച്ചോ. ആലോചിച്ചു നിങ്ങൾ. ഒരു പ്രത്യേകമായ മലയാളം റമദാനിന്റെ രാവ് കണ്ടത് മുതൽ ആകാശലോകം വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് എന്ന് അറിഞ്ഞാൽ ഇല്ലാത്തൊരു തിരക്കാണ് പള്ളികൾ. കണ്ടിട്ടില്ലേ? സാധാരണ ഇല്ലാത്തൊരു ആവേശമാണ് നമുക്കൊക്കെ നന്മകൾ ചെയ്യാൻ, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ. എന്തുകൊണ്ടാണത്? പ്രത്യേകമായൊരു വിളിയാളം ആകാശ ലോകത്തുണ്ട്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശരി അഖ്സിർ. തിന്മ ചെയ്യുന്നവരെ അവസാനിപ്പിക്കിൻ. ഇത് റമദാൻ മാസാണ്. അതുകൊണ്ടാ സാധാരണ മാസങ്ങളിൽ യൂട്യൂബുകൾ ഓൺ ചെയ്യുമ്പോൾ പലതും നോക്കാറുള്ള നാം റമദാൻ മാസത്തിൽ പേടിയ, ഓപ്പൺ ചെയ്യാൻ പോലും പേടിയ, സംസാരിക്കുമ്പോ പേടിയ. എന്തേ കാരണം? പ്രത്യേകമായി അള്ളാഹുവിന്റെ വിളിയാളങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വയാബാഗിയ ശരി അഖ്സിർ. തിന്മ ചെയ്യല്ലോ, നന്മകളിലേക്ക് മുന്നിടണട്ടോ, പരമാവധി സുന്നത്തുകൾ അധികരിപ്പിക്കണട്ടോ, ഫർള് ഒരിക്കലും ഒഴിവാക്കല്ലോ എന്ന് പ്രത്യേകമായി വിളിച്ചു പറയപ്പെടുന്നു. ലില്ലാഹി ഫീഹി വലില്ലാഹി ഉതഖാഉ മിനന്നാർ വസാലിക കുല്ലു ലൈല. റമദാനിന്റെ എല്ലാ രാത്രികളിലും നരകത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ അള്ളാഹു മോചിപ്പിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ രാത്രികളിലും വസാലിക കുല്ലു ലൈല, എല്ലാ രാത്രിയിലും അള്ളാഹു ഒരു വിഭാഗം ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടേയിരിക്കും. ലില്ലാഹി ഫീഹി ലൈലത്തുൻ. റമദാൻ മാസത്തിൽ ഒരു രാവുണ്ട്, ഒരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹർ. അത് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവാണ്. 1000 മാസത്തെ പുണ്യം എന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? 1000 മാസങ്ങളെക്കാൾ. ഇനി 1000 മാസം തന്നെ ഇനി എത്ര ഉണ്ടാകും? എത്ര ഉണ്ടാവും? ഏകദേശം 83 വർഷത്തിലേറെ. ഒരൊറ്റ രാത്രി കൊണ്ടേ 83 വർഷം നിരന്തരമായി അമൽ ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു തരുമെന്ന. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ. ആർക്കെങ്കിലും ആ രാവ് നഷ്ടപ്പെട്ടാൽ അവനേക്കാൾ ദൗർഭാഗ്യവാൻ, നിർഭാഗ്യവാൻ, ഹതഭാഗ്യൻ വേറെ ഇല്ലെന്ന. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എപ്പോഴാ രാവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിന്റെ അവസാനത്തെ 10 നിങ്ങൾ അന്വേഷിക്കണം, പ്രത്യേകിച്ച് ഒറ്റയായ രാവുകളിൽ. പക്ഷേ റമദാൻ അവസാനമാകുമ്പോഴേക്കും ആദ്യത്തെ ആവേശമൊക്കെ പോവാണ് അല്ലേ? റമദാൻ ആദ്യത്തേക്കാൾ വലിയ പ്രതിഫലമാണ്, പ്രത്യേകതയാണ്, മഹത്വമാണ് അവസാനത്തിന്. പക്ഷേ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ആദ്യമൊക്കെ ഭയങ്കര ആവേശമായിരിക്കും, അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും ആവേശങ്ങളൊക്കെ പോവാണ്. എന്നിട്ടോ അവസാനം ഷോപ്പിങ്ങിന്റെയും മറ്റു കാര്യങ്ങളുടെ ഒക്കെ പിന്നാലെയാണ്. സാന്ദർഭികമായി പറയട്ടെ, റമദാൻ കടന്നു വന്നാൽ ഷോപ്പിങ്ങിന്റെ മാസമാക്കി മാറ്റരുതേ. വസിയത്താണ് എല്ലാവരോടും. നമുക്കറിയാലോ പെരുന്നാൾ വരുമെന്ന്. പെരുന്നാളിന് പുതിയ ഡ്രസ്സ് എടുക്കണം എന്ന് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ എടുത്തോ? ഇപ്പൊ തന്നെ എടുത്തു വെച്ചു.
റമദാൻ ഡ്രസ്സ് എടുക്കാൻ പോകേണ്ട മാസമൊന്നുമല്ല. റമദാനിൽ ഒരു നിമിഷം പോലും നമുക്ക് യാത്ര ചെയ്തോ അനാവശ്യമായോ കളയാനില്ല. നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ, അറിയില്ല അടുത്ത റമദാനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കുമോ എന്ന്. അതുകൊണ്ട് മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, ആരാവെങ്ങാനും ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ അവനെല്ലാം നഷ്ടപ്പെട്ടവനായി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആയുസ്സിലൊരിക്കലെങ്കിലും ഓരോ റമദാനെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്നത് വലിയ അനുഗ്രഹമാണ്, വലിയ സൗഭാഗ്യമാണ്. ആയുസ്സിലൊരു റമദാനിൽ കൂടി ജീവിക്കാൻ സാധിക്കുക എന്നത് അള്ളാഹു നൽകുന്ന വലിയ സൗഭാഗ്യമാണ്. മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ കഴിയും. രണ്ടാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ആ രണ്ടാളുകളും ഷഹാദത്ത് കലിമ ചൊല്ലി എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമീങ്ങളായി. ആ രണ്ടാളുകൾ മുസ്ലിമീങ്ങളായി. ആ രണ്ടുപേരിൽ ഒരാൾ തൊട്ടടുത്ത വർഷത്തിൽ തൊട്ടടുത്ത സമയങ്ങളിൽ നടന്ന ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. ആള് ഷഹീദായി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായാൽ ശുഹദാഇന്റെ കൂലി നമുക്കറിയാലോ, ഡയറക്റ്റ് സ്വർഗത്തിലേക്കാ. രണ്ടാമത്തെ മനുഷ്യൻ പിന്നെയും ജീവിച്ചു. സാധാരണ പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാരണ ബെഡിൽ കിടന്ന് മരിക്കുന്നത് പോലെ സാധാരണ മരണം രണ്ടാമത്തെ ആൾക്ക്. പക്ഷേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ആദ്യം രണ്ടാമത്തെയാൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ, ശുഹദാ അല്ലേ ആദ്യത്തെ മനുഷ്യൻ? അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ മനുഷ്യനല്ലേ? അയാളല്ലേ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്? മറ്റേയാൾ സാധാരണ ജീവിച്ചു, സാധാരണ പോലെ ജീവിച്ചു, സാധാരണ മരണം മരിച്ചുപോയ ഒരാളല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന, അയാൾ ഒരു വർഷം കൂടെ ജീവിച്ചില്ലേ? ഷഹീദായ മനുഷ്യനേക്കാളും ഒരു വർഷം കൂടെ കൂടുതൽ ജീവിച്ചില്ലേ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ, ഒരു വർഷം കൂടെ കൂടുതൽ ജീവിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹ് പറഞ്ഞു, വഅദ്റക റമളാന ഫസ്വാമ, അയാൾക്ക് റമളാനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യമുണ്ടായി. ആദ്യം മരിച്ച മനുഷ്യനേക്കാൾ, ഷഹീദിനേക്കാൾ രണ്ടാമത് മരിച്ച സാധാരണ മരണം മരിച്ച മനുഷ്യനെ ഒരു റമളാൻ കൂടുതൽ കിട്ടി. വസല്ലാ കസാ വകസാ മിൻ സജദതി ഫിസ്സന, ആ വർഷത്തിൽ അദ്ദേഹം മറ്റു ആദ്യം മരിച്ച മനുഷ്യനേക്കാൾ കൂടുതൽ സുജൂദ് ചെയ്തില്ലേ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് കാരണം. എന്നാലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയവരില്ലേ, അവരെക്കാൾ ഒരു വർഷം കൂടുതൽ റമദാനെ കണ്ടുമുട്ടാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും സൗഭാഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കേവലം അതങ്ങനെ കളഞ്ഞു കുളിക്കേണ്ട ഒന്നല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇഷ്ടമാകണം റമദാനിനെ, ചേർത്തു പിടിക്കണം റമദാനിനെ. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അവര് പറയാറുണ്ട്, ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമദാൻ, റമദാനിന്റെ മഹത്വമെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലതമന്നൽ ഇബാദു അൻ തകൂന സനതു കുല്ലുഹാ റമദാൻ, വർഷം മുഴുവൻ റമദാനായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു. ഒരു മാസം തന്നെ അല്ലേ, നമുക്കറിയാലോ എത്രമാത്രം പ്രയാസമാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെയാണ്, ഒരു ഭാരമായി തോന്നാണ്. എന്നാൽ മുൻഗാമികൾ പറയുന്നു, ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമദാൻ, റമദാന്റെ മഹത്വം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, വർഷം മുഴുവൻ നോമ്പായിരുന്നെങ്കിൽ, റമദാനായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. മാ മർറ ബിൽ മുസ്ലിമീന ശഹറുൻ ഖത്തുൻ ഖൈറുൽ ലഹും മിൻഹു, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാനിനേക്കാൾ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമില്ല. വിശ്വാസികൾക്ക് വല്ലാത്ത സന്തോഷമാണ് റമദാൻ. എന്നാൽ വമാ മർറ ബിൽ മുനാഫിഖീന ശഹറുൻ ഖത്തു
അശറുൽ ലഹും മിൻഹു. എന്നാൽ മുനാഫിക്കുകൾക്ക് റമദാനിനേക്കാൾ ഭാരമുള്ള മറ്റൊരു മാസമില്ല. നമ്മൾ ആരോടൊപ്പമാണ്? നമ്മൾ ആരോടൊപ്പം ആവണം? വിശ്വാസികളോടൊപ്പം. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നമ്മളങ്ങനെ ഉണ്ടല്ലോ, നാട്ടിലേക്കൊക്കെ പോകാൻ സമയമാകുമ്പോൾ ആ സമയം ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ടാവൂലേ? നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ അങ്ങനെ? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു കാര്യത്തിലേക്ക്, ഒരു സന്തോഷത്തിലേക്ക് നമ്മളിങ്ങനെ അടുക്കുമ്പോൾ, മോളെ കല്യാണം എന്ന് വിചാരിക്കുക, നമ്മളെ വീട്ടിലൊരു കല്യാണം, ആ കല്യാണത്തിന്റെ ദിവസങ്ങളിലേക്ക് അടുക്കും തോറും മാനസികമായിട്ടൊരു സന്തോഷമൊക്കെ ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ മനുഷ്യന്മാരെ? ഉണ്ടാകും. പക്ഷേ ചോദിക്കട്ടെ, ഷാബാനിന്റെ 15 കഴിഞ്ഞു, ഇനി ഒരു പക്ഷേ 14 15 നമ്മുടെ മുന്നിലുള്ളൂ. നിങ്ങൾക്ക് റമദാൻ കണ്ടുമുട്ടണം എന്നൊരാഗ്രഹമോ എന്നൊരു പ്രാർത്ഥനയോ എന്നൊരു പ്രത്യേകമായൊരു സന്തോഷമോ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെട്ടോ? അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. മുൻഗാമികളുടെ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, റമദാനിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ഇനിയുള്ള നമസ്കാരം കഴിഞ്ഞാൽ, സലാം വീട്ടിക്കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന നമ്മൾ മറക്കരുത്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, റമദാനിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ. നമുക്ക് സന്തോഷാവണം. റമദാൻ കേൾക്കുമ്പോഴേക്കും മനസ്സിനൊരു പ്രത്യേകമായ ഏതോ ഒരു പ്രിയപ്പെട്ടവനെ കാണാൻ കുറേ നാൾ, ഒരു വർഷമൊക്കെ എത്തിയിട്ട് അവനെ കാണുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ അല്ലേ? അവളെ കാണുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ. ആ സന്തോഷം റമദാൻ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകണം. അതല്ല റമദാനാണല്ലോ പഠിച്ചോനെ വരുന്നത്, ഇനി കുറേ വിഷയങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടി വരുമല്ലോ, ഇനി കുറേ കാര്യങ്ങൾ കുടുസാവോലോ, മാറ്റിവെക്കേണ്ടി വരുമല്ലോ എന്നുള്ള രൂപത്തിൽ ഒരു ഭാരമായിട്ടെങ്ങാനും റമദാൻ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അറിയുക, നമ്മുടെ മനസ്സിൽ നിഫാഖുണ്ട്. നമ്മുടെ മനസ്സിൽ നിഫാഖുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറാൻ പോവുകയാണ്. റസൂലുള്ളാഹിന്റെ മിമ്പറിന് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് റസൂലുള്ള കാലെടുത്തു വെക്കുമ്പോൾ പറഞ്ഞു ആമീൻ. അവിടുന്ന് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്തു വെച്ചപ്പോഴും റസൂലുള്ള പറഞ്ഞു ആമീൻ. 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്തു വെച്ചപ്പോഴും റസൂലുള്ള പറഞ്ഞു ആമീൻ. സാധാരണ റസൂലുള്ള അങ്ങനെ പറയാറില്ല. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയുടെ അവസാനം ദുആ ചെയ്യും, സ്വഹാബത്ത് ആമീൻ പറയാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് മിമ്പറിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ 1ാമത്തെ സ്റ്റെപ്പിലും 2ാമത്തെ പടിയിലും 3ാമത്തെ പടിയിലും കാലെടുത്തു വെക്കുമ്പോൾ ആമീൻ 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 എന്ന് പറഞ്ഞപ്പോ ഖുത്ബ കഴിഞ്ഞ ശേഷം സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന ജിബ്രീല ഇസ്തഖ്ബലനി ഹീന വദഅതു റിജ്ലയ്യ അല ദറജത്തിൽ ഊലാ. ഞാൻ മിമ്പറിലേക്ക് കയറാൻ വേണ്ടി കാലെടുത്തു വെച്ചപ്പോ 1ാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്തു വെക്കുമ്പോ ജിബ്രീലൻ പ്രാർത്ഥിക്കുകയാണ്. ജിബ്രീൽ എൻ്റെ അടുത്ത് വരികയാണ്, എന്നിട്ട് പ്രാർത്ഥിച്ചു, മന്നദറക അബവൈഹി ഔ അഹദഹുമാ ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹുല്ലാഹു ഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. ആർക്കെങ്കിലും പ്രായമായ മാതാപിതാക്കളുണ്ടായി, ആ മാതാപിതാക്കളിലൂടെ സ്വർഗമെങ്ങാനും നേടാൻ അവന് സാധിച്ചിട്ടില്ല എങ്കിൽ, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അവൻ വിദൂരമാക്കപ്പെടട്ടെ, അള്ളാഹുവിന്റെ ശാപം അവനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. 2ാമതായി ജിബ്രീൽ പ്രാർത്ഥിക്കുകയാണ്, മൻ അദ്റക ശഹ്റ റമളാൻ. ആർക്കെങ്കിലും റമളാനിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയും ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹുല്ലാഹ്, എന്നിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവനും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരമാക്കപ്പെടട്ടെ. പ്രവാചകരെ ആമീൻ പറയണം. ഞാനിതാ ആമീൻ പറഞ്ഞുവെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്തു വെക്കുമ്പോ ജിബ്രീലിന്റെ പ്രാർത്ഥന എന്താണെന്നറിയണോ? വമൻ ദുക്കിർത ഇൻദഹു ഫലം യുസല്ലി അലൈക ഫഅബഅദഹുല്ലാഹ്.
റസൂലുള്ളാഹിന്റെ പേര് കേട്ടിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലാത്തവൻ, ആ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരമാക്കപ്പെടട്ടെ, അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആരാമീൻ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇജാബത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അള്ളാഹ് പ്രാർത്ഥന സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. നോക്കൂ നിങ്ങൾ, ഒന്നാമതായി പറയുന്നു, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ആ മാതാപിതാക്കളിലൂടെ സ്വർഗം നേടാൻ കഴിയാത്ത മക്കൾ വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. പക്ഷേ ഇത് സമൂഹത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കാതെ പോയി, ബഹുഭൂരിഭാഗം മക്കളും മനസ്സിലാക്കാതെ പോയി അല്ലേ? അള്ളാഹുവിന്റെ സമ്മാനമാണ് ഉമ്മയും ഉപ്പയും. ആ ഉമ്മയിലൂടെ ഉപ്പയിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുക എന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താ ഉള്ളത്? ആ ഉമ്മയെ ഉപ്പയെ പരിചരിക്കുന്നതിലൂടെ, ആ ഉമ്മയെ ഉപ്പയെ പരിഗണിക്കുന്നതിലൂടെ ഫലം യുഗ്ഫർ ലഹു, അവൻ അല്ലാഹ് പുറത്തു കൊടുക്കുകയാണെന്നാണ്. പക്ഷെ അറിയില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ മക്കൾക്ക് അറിയുന്നില്ല, കേൾക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടില്ലേ, ഉമ്മയെ കഴുത്തറുത്തു കൊന്ന മകൻ, ഉമ്മയെ തലക്കടിച്ചു കൊന്ന മകൻ അല്ലേ? എന്നിട്ട് ആ മകൻ പറഞ്ഞ വാക്കെന്താ? എന്നെ ഗർഭം ധരിച്ചതിന് പകരമാണ് ഞാൻ ആ ഉമ്മയെ തലക്കടിച്ചു കൊന്നത്, കഴുത്തറുത്തു കൊന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഉമ്മമാരില്ലേ, ഏതൊരു ഉമ്മാക്കറിയില്ലേ തന്റെ വയറ്റിൽ ഒരു ചെറിയ ജീവൻ തുടക്കം കുറിക്കുന്നുവെന്നറിയുമ്പോ അവരനുഭവിക്കുന്ന ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. അവർക്കറിയാം, അവിടെ മുതൽ എന്റെ പല ആഗ്രഹങ്ങളും മാറ്റിവെക്കേണ്ടി വരും, എന്റെ പല ഇഷ്ടങ്ങളും മാറ്റിവെക്കേണ്ടി വരും, എന്റെ പല യാത്രകളും ഒഴിവാക്കേണ്ടി വരും, എന്റെ പല ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ ഒഴിവാക്കേണ്ട ലിസ്റ്റ് ഒരുപാടുണ്ടാകും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും നിറഞ്ഞ ജീവിതമായിരിക്കും. അവിടെ നിന്നങ്ങോട്ട് ഗർഭകാലം കഴിഞ്ഞാലും പ്രസവത്തിന്റെ വേദനയുണ്ടാകും. അവിടെ നിന്നങ്ങോട്ട് മുലകുടി പ്രായമുണ്ടാകും. അവിടെ നിന്നങ്ങോട്ടും ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കണം. എന്റെ വയറ്റിൽ ഈ കുഞ്ഞിന് ജീവൻ തുടങ്ങിയ കാലം മുതൽ ഇനി അങ്ങോട്ട് എൻ്റെ ഇഷ്ടങ്ങൾക്കല്ല പ്രാധാന്യം, അവന്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കി എത്രമാത്രം സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, പ്രതീക്ഷയോടെ കാത്തിരുന്ന് ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി, ആ കുഞ്ഞിൻ്റെ ആ കുട്ടിയുടെ കയ്യിനാൽ കൊല്ലപ്പെടേണ്ടി വരുന്ന മാതാപിതാക്കൾ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇവിടെയാണ് ധാർമ്മികമായ ബോധം മക്കൾക്ക് നൽകണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഭൗതികമായ താല്പര്യങ്ങൾ വേണ്ട എന്നോ ഭൗതികമായ പഠനങ്ങൾ വേണ്ട എന്നോ അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് അള്ളാന്റെ ദീനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചര്യയും നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ തീർച്ച ഈ പറഞ്ഞ സൗഭാഗ്യത്തിലേക്ക് എത്താൻ ഉമ്മാരെ ഉപ്പാരെ കുറച്ച് പ്രയാസപ്പെടും. നമുക്ക് വേണ്ടേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന ദുആ? അതിനേക്കാൾ വലുത് എന്താ നമുക്ക് വേണ്ടത് നമ്മുടെ മക്കളിൽ നിന്ന്? എൻ്റെ മകൻ ഡോക്ടറാണെന്നും എഞ്ചിനീയർ ആണെന്നും ബിസിനസ്സുകാരനാണെന്നും ഒക്കെ അഭിമാനത്തോടുകൂടി പറയുമ്പോഴും എൻ്റെ മകൻ 5 നേരം നിസ്കരിക്കുന്നവനാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന രക്ഷിതാക്കളാവണം നമ്മൾ. എൻ്റെ മകൻ ഡോക്ടറാണെന്ന് അഭിമാനത്തോടുകൂടി പറയുമ്പോഴും അവൻ അള്ളാഹുവിനെ പേടിയുള്ള ഡോക്ടറാണ് എന്ന് പറയാൻ കഴിയുന്ന രക്ഷിതാക്കളാകണം നമ്മൾ. അതിനെന്ത് വേണം? മക്കൾക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകണം, മതബോധം നൽകണം. അത് പഠിപ്പിച്ചേ പറ്റൂ. ഇന്നലെ ഒരു രക്ഷിതാവ് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വത്തിൽ നിന്നും എൻ്റെ മകന് നൽകിയിട്ടില്ല എങ്കിൽ റബ്ബിൻ്റെ അടുത്ത് എനിക്ക് ശിക്ഷ കിട്ടുമോ? കരഞ്ഞുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എൻ്റെ സ്വത്തിൽ നിന്നും എൻ്റെ മകന് കൊടുത്തിട്ടില്ല എങ്കിൽ എനിക്ക് റബ്ബിൻ്റെ അടുത്ത് ശിക്ഷ കിട്ടോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അവൻ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മുഖത്ത് നോക്കി ചോദിച്ചു. ചോദ്യം ഉണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം ആ ചോദ്യം പറഞ്ഞു. പക്ഷെ ആ ചോദ്യം ഇവിടെ എനിക്ക് പറയാൻ പറ്റൂല. എന്നോടും എൻ്റെ ഭാര്യയോടും, അഥവാ അവൻ്റെ ഉപ്പയായ എന്നോട് ഉമ്മയായ എൻ്റെ ഭാര്യയോടും മുഖത്ത് നോക്കി എൻ്റെ മകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആ ചോദ്യം നിങ്ങൾ എന്തിനാ? വാക്യങ്ങൾ മനസ്സിലാക്കിക്കോ. അവൻ എൻ്റെ സ്വത്തിൽ നിന്ന് കൊടുക്കണമെന്നാണ്. ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച്, ആ മക്കൾക്ക് വേണ്ടി വർഷങ്ങളോളം പ്രവാസ ജീവിതം നയിച്ച് കഷ്ടപ്പെട്ട് അവസാനം കേൾക്കേണ്ടി വരുന്നതാണ് ഇതെല്ലാം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 2 കാര്യങ്ങളാ
നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നന്നായിട്ട് പെരുമാറിയേ പറ്റൂ. നന്നായിട്ട് പെരുമാറണം. വരമ്പത്ത് കൂലി കിട്ടുന്ന, ഇവിടെ വെച്ച് തന്നെ പടച്ച റബ്ബിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാണ് ഉമ്മയെ ഉപ്പയെ വേദനിപ്പിക്കാന്നുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നില്ലേ, കടൽക്കരയിലേക്ക് രച്ചു കയറും, ശിക്ഷയാണ്, പരീക്ഷണമാണ്. കടൽക്കരയിലേക്ക് രച്ചു കയറും. ആകാശത്തു നിന്ന് മുത്തുമണികൾ താഴോട്ട് വീഴുന്നത് പോലെ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പിന്നാലെ വരും. പരീക്ഷണങ്ങൾ, നിർത്താത്ത പരീക്ഷണങ്ങൾ. എപ്പോഴാന്ന് ചോദിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കൾ അവഗണിക്കുകയും ഭാര്യമാരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ, ഭാര്യമാർക്ക് വേണ്ടി മാതാപിതാക്കളെ മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു കാലം വന്നാൽ സൂക്ഷിച്ചോ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഇണകളെ സ്നേഹിക്കണ്ട എന്നോ അവരെ പരിഗണിക്കണ്ട എന്നോ അവരെ മാറ്റിവെക്കണോ എന്നൊന്നുമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ഉമ്മയെ ഉപ്പയെ ചേർത്തു പിടിക്കാൻ, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ കൈയൊന്നു പിടിക്കാൻ, അവരുടെ നെറുകയിലൊന്ന് ചുംബിക്കാൻ മറന്നുപോയ മക്കളില്ലേ, മരിച്ചിട്ട് പോയിട്ട് കരയാ. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിനക്കെങ്ങാനും പ്രായമായ മാതാപിതാക്കളുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ പരിഗണിക്കുന്നതിലൂടെ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. അവരെ ചേർത്ത് പിടിക്കുന്നതിലൂടെ, അവരെ സ്നേഹിക്കുന്നതിലൂടെ. നിന്റെ ഉമ്മയും ഉപ്പയും നിന്നെ സ്നേഹിച്ചാലേ അള്ളാന്റെ സ്നേഹം ഉണ്ടാവൂ. നിന്റെ ഉപ്പയും ഉമ്മയും നിന്നെ വെറുത്താൽ അവിടെ നിന്ന് അവസാനിപ്പിക്കും പടച്ച റബ്ബിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ കോപമുണ്ടാകും. അറിയണം, ബന്ധങ്ങളുടെ വിലയും ബന്ധങ്ങളുടെ ശക്തിയും നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുക, ഒന്നിച്ച് കാറിൽ പോകാം, ഒന്നിച്ചു ബൈക്കിൽ പോകാം. പക്ഷേ രണ്ട് മനസ്സും രണ്ട് ശരീരവുമായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ നമുക്കിടയിൽ, നമുക്ക് ചുറ്റുഭാഗത്തും. ആകാശത്തിന് കീഴ മനുഷ്യന്മാർക്കിടയിൽ നടക്കുന്ന ഏറ്റവും വലിയ കരാർ ഏതെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരാണും പെണ്ണും തമ്മിൽ നടക്കുന്ന നിക്കാഹ. എന്റെ ഭാര്യയെ അവളുടെ വലി എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. ബിസ്മില്ലാ, ഇതാ എന്റെ പെങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചുവെന്ന് അവരുടെ വലി എന്നെ പടച്ച റബ്ബിനെ സാക്ഷി നിർത്തി പറഞ്ഞപ്പോ ബിസ്മില്ലാ ഞാൻ അത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞത് മുതൽ അള്ളാഹുവിന്റെ മുന്നിൽ ഞാനൊരു വലിയ കരാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ കരാറിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാചകം ബലവത്തായ കരാർ എന്ന. പക്ഷേ പലർക്കും അറിയില്ല കരാർ, പലർക്കും മനസ്സിലായിട്ടില്ല കരാർ. ആ കരാറിന്റെ ശക്തി ആകാശത്തിന് കീഴെ ഏറ്റവും വലിയ കരാറാണെന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കളിതമാശക്കുള്ളതല്ല നിക്കാഹ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ക്ലാസ്സിൽ, നിക്കാഹ് എന്ന അറബി പദത്തിന്റെ അർത്ഥം മലയാളത്തിൽ നമ്മൾ വിവാഹമെന്ന് പറയും. വിവാഹമെന്ന മലയാള പദത്തിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? അഴിക്കാനാവാത്ത ആത്മബന്ധമെന്ന, അഴിക്കാനാവാത്ത കെട്ടി എന്നാണ് വിവാഹത്തിന്റെ മലയാളത്തിലുള്ള അർത്ഥം. പക്ഷേ മനസ്സിലാക്കുന്നില്ല പലരും. ഞാനേറെ സ്നേഹിക്കേണ്ടവൾ, ഞാനേറെ സ്നേഹിക്കേണ്ടവൻ. എന്തേ അറിയാത്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ മറന്നുപോയി, പരലോകത്ത് മറന്നുപോയി. അള്ളാഹുവിന് വേണ്ടി സാക്ഷി നിർത്തി, പടച്ച റബ്ബിനെ സാക്ഷി നിർത്തി ഞാൻ ഏറ്റെടുത്തതാണ്. വമിനായാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അറിയുമോ നിങ്ങൾക്ക് ആ ആയത്തിന്റെ അർത്ഥം? വമിനായാതിഹി, ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും അള്ളാഹുവിന്റെ അത്ഭുതമാണെങ്കിൽ അതിലെ ഒരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ എന്റെ ഭാര്യയും ഞാനും ഒന്നായി എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത്? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത്? രണ്ട് വീട്ടിൽ വളർന്നവർ, രണ്ട് വീട്ടിൽ ജീവിച്ചവർ, രണ്ട് സ്വഭാവമുള്ളവർ, പക്ഷേ നിക്കാഹെന്ന പവിത്രമായ കരാറിലൂടെ ഒന്നായ നിമിഷം മുതൽ ഞങ്ങളുടെ ഇഷ്ടമൊന്നാ, ഞങ്ങളുടെ ആഗ്രഹങ്ങളൊന്നാ. ആ ആഗ്രഹങ്ങൾ ഒന്നാവണം, ആ ഇഷ്ടങ്ങൾ ഒന്നാവണം. അതാണ് ലിതസ്കുനു ഇലൈഹ. അവിടെ സ്നേഹം ഉണ്ടാവൂ. അറിയാതെ പോയി, മനസ്സിലാക്കാതെ പോയി പരസ്പരം വഞ്ചിക്കുന്നവർ, പരസ്പരം ചതിക്കുന്നവർ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. അറിയണേ, അള്ളാഹുവിന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോ
അവിടെ സ്നേഹം ഉണ്ടാകും, അവിടെ പിണക്കുണ്ടാകൂല, അവിടെ അകൽച്ചയുണ്ടാകില്ല, സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക്, മദീനത്തെ ഗുജറാത്തുകളിലേക്ക് പോയാൽ അവിടെ പലപ്പോഴും ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ കാണാൻ കഴിയും. പക്ഷേ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ പോലും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും മാതൃകയാകുന്ന രൂപത്തിൽ മനോഹര നിമിഷങ്ങളാക്കി നമ്മുടെ മുന്നിൽ അല്ലാഹുവിന്റെ ഹബീബ് അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അറിയണം. റമദാനെ കാത്തിരിക്കുമ്പോ, നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുമ്പോ നമ്മുടെ ബന്ധങ്ങൾ ശക്തമാക്കണം. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, അയൽക്കാരുമായിട്ടുള്ള ബന്ധം, അങ്ങനെ ശക്തമായ രൂപത്തിൽ മനസ്സ് ശുദ്ധമാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ റമദാൻ അല്ലാഹുവിൽ നിന്ന് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സഹോദരങ്ങളെ. ശരി, സാന്ദർഭികമായി സൂചിപ്പിച്ചുവെന്ന് മാത്രം. രണ്ടാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട എന്താ വിഷയം? മൻ അദ്റക ശഹ്റ റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹുല്ലാഹ്. ആർക്കെങ്കിലും റമദാൻ മാസത്തെ കണ്ടുമുട്ടാൻ ഭാഗ്യമുണ്ടായി, പക്ഷേ റമദാൻ മാസത്തിൽ അതിന്റെ ചൈതന്യം, അതിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോയി, മല്ല യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു. അല്ലാഹുക്ക് വേണ്ടാന്ന നോമ്പും നിന്റെ നിസ്കാരമൊന്നും പടച്ചോനുക്ക് വേണ്ട. നീ വിശപ്പ് സഹിച്ചതുകൊണ്ട് അല്ലാഹുവിനൊരു ആവശ്യമില്ല. മനസ്സിലാക്കണം. ആ റമദാൻ അതേ രൂപത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ റമദാൻ ശാപത്തിന്റെ കാലമാകും. റമദാൻ ബറക്കത്തിന്റെ കാലമാണ്, റമദാൻ അനുഗ്രഹത്തിന്റെ കാലമാണ്, റമദാൻ സന്തോഷത്തിന്റെ കാലമാണെങ്കിൽ വേണ്ട രൂപത്തിൽ റമദാനെ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ റമദാൻ എന്ന അതിഥി, അള്ളാഹുവിന്റെ വിരുന്നുകാരൻ നമ്മോട് യാത്രയാകുന്ന ദിവസം നമ്മെ ശപിച്ചുകൊണ്ടല്ലാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അറിയണം സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹിനെ കണ്ടുമുട്ടണ്ടേ, നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടണ്ടേ. കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശുദ്ധമാകണ്ടേ. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിഷ്കളങ്കമായ തിന്മകളില്ലാത്ത ഹൃദയം, അവന് മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സൊന്ന് ക്ലീൻ ചെയ്യാൻ, ശുദ്ധിയാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് യഥാർത്ഥത്തിൽ റമദാൻ. ഷഹ്റു തൗബയാണ്, ഷഹ്റുൽ മഗ്ഫിറയാണ്. നിങ്ങൾക്കറിയോ റമദാൻ, ഇന്നമാ സുമ്മിയ റമദാൻ, റമദാൻ എന്ന ആ പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് റമദാൻ എന്ന് പേര് വരാനുള്ള കാരണം എന്തെന്നറിയോ? ഈ മാസത്തിന് ലിഅന്നഹു യർമലു ദുനൂബ ഇബാദില്ലാഹ്, അടിമകളുടെ പാപങ്ങളെല്ലാം അള്ളാഹു കരിച്ചു കളയുന്ന മാസമാണ് റമദാൻ. നമ്മളൊന്ന് നിന്നു കൊടുത്താൽ മതി, നമ്മളൊന്ന് മനസ്സ് ശുദ്ധമാക്കി, ഈമാൻ ശക്തമാക്കി ഒന്ന് നിന്നു കൊടുത്താൽ മതി, ബാക്കി പടച്ച റബ്ബ് നോക്കിക്കോളും. കരിച്ചു കളയുമെന്നാണ്. അതാണ് ലിഅന്നഹു യർമലു ദുനൂബ ഇബാദില്ലാഹ്. എത്ര വലിയ പാപം ചെയ്തവനായാലും, എത്ര വലിയ പാപം ചെയ്തവനായാലും, 99 ആളെ കൊന്ന്, അവിടെ നിന്ന് അങ്ങോട്ട് പോയി 100 തികച്ച് 100 ആളെ കൊന്ന്, ആ മനുഷ്യനും ഒരു വക്കത്ത് പോലും നിസ്കരിച്ചിട്ടില്ല, അതിനു മുമ്പ് മരണപ്പെട്ടു പോയി. മുസ്ലിമായ ശേഷം സ്വർഗത്തിന്റെ മാലാഖമാർ വന്ന് തർക്കിച്ച് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇത്രമേൽ നല്ല മാർഗങ്ങൾ, ഇത്രമേൽ നല്ല മാസം വേറെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓർക്കണം, കഴിഞ്ഞുപോയ ഇന്നലകളെ ഓർക്കണം, ചികഞ്ഞെടുക്കണം. മനസ്സിന്റെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും നിമിഷങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകളോ തിന്മകളോ കണ്ടതോ പറഞ്ഞതോ കേട്ടതോ ഉണ്ടെങ്കിൽ ഓർത്തെടുക്കണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തണം. എന്നിട്ട് അള്ളാഹുവോട് പറയണം, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലഹു. 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലിട്ട് കൊടുക്കും. അതിലൊരു വിഭാഗം ആരെന്നറിയോ? റജുലുൻ ദക്കറല്ലാഹ് ഫഫാലത്ത് ഐനാഹ്. റജുലുൻ ദക്കറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു മനുഷ്യൻ. വെറുതെ ഓർത്താ പോരാ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അള്ളാഹിനെ കുറിച്ച് ഓർക്കാറുണ്ടല്ലോ. പക്ഷേ ഫഫാലത്ത് ഐനാഹ്, എന്താ അതിന്റെ അർത്ഥം? ഫഫാലത്ത് ഐനാഹ്, അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളി വരണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
അള്ളാഹിനെ കുറിച്ച് ഓർത്തിട്ട്, പരലോകത്തെക്കുറിച്ച് ഓർത്തിട്ട്, സ്വർഗനരകങ്ങളെക്കുറിച്ച് ഭയപ്പെട്ടിട്ട് കരഞ്ഞിട്ട് ഒരു കണ്ണുനീർത്തുള്ളി ഈ ദുനിയാവിൽ ബാക്കിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കരയാറുണ്ട് പലപ്പോഴും ഭൗതികമായ കാര്യങ്ങൾക്ക്, ഇല്ലേ? ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട്. പക്ഷേ പരലോകത്തെക്കുറിച്ചോർത്ത് കരഞ്ഞിട്ട് റബ്ബേ എൻ്റെ കണ്ണിൽ നിന്നും എൻ്റെ ഇന്നലകളെക്കുറിച്ചോർത്ത് കരഞ്ഞിട്ട് റബ്ബേ എൻ്റെ തെറ്റുകളെക്കുറിച്ചോർത്ത് കരഞ്ഞിട്ട് റബ്ബേ ഒരു കണ്ണുനീർത്തുള്ളി ഈ റമദാനിൽ സഹോദരങ്ങളെ തീരുമാനിക്കുക. അഹ്ലൻ റമദാൻ എന്ന ഈ പ്രോഗ്രാമിന് വന്നവരോട്, എന്നോട്, നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഒരു കണ്ണുനീർത്തുള്ളിയെങ്കിലും, ആത്മാർത്ഥമായ ഒരു കണ്ണുനീർത്തുള്ളിയെങ്കിലും ഈ റമദാനിൽ ഈ ദുനിയാവിൽ ബാക്കി വെക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കണ്ണിൽ നിന്നും പുറത്തേക്ക് വരണം. ആത്മാർത്ഥമായി പറയണം, പടച്ചോനെ സംഭവിച്ചു പോയി, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ കണ്ടതാണ്, അല്ലെങ്കിൽ കേട്ടതാണ്, പറഞ്ഞതാണ്, ചെയ്തതാണ്. നിഷ്കളങ്കമായ തൗബയായി മാറാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ ഷഹ്റുൽ ഖുർആനാണ്. നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഖുർആനിൻ്റെ എന്തുകൊണ്ടാ റമദാൻ മാസം നോമ്പെടുക്കാൻ പറഞ്ഞത്? എന്തുകൊണ്ടാ? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസാ. ഖുർആൻ ഇറങ്ങി എന്ന കാരണത്താലാണ് നോമ്പെടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് റമദാൻ മാസത്തിന് പ്രത്യേകത വന്നത്. ഖുർആൻ ഇറങ്ങി എന്ന കാരണത്താൽ, അതുകൊണ്ടാണ് റമദാൻ മാസത്തിന് പ്രത്യേകത വന്നത്. അതുകൊണ്ട് റമദാനിനെ ഷഹ്റു റമദാൻ, ഈ റമദാനിനെ ഖുർആനിന്റെ മാസമാക്കി മാറ്റാൻ കഴിയണം. റമദാനും ഖുർആൻ തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാൻ കടന്നു വരിക തന്നെ ചെയ്യും. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എപ്പോഴാ വരുന്നറിയോ? ആകെ ബേജാറായി വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ നോമ്പും ഖുർആനും ഇങ്ങനെ കടന്നു വരാം. ഒരാളെ ആശ്വാസത്തിന് വേണ്ടി നമ്മൾ അടുത്തേക്ക് വരാം. നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ എക്സ്പ്രസ് വേയിൽ കൂടെ ഇങ്ങനെ പോയി, നല്ല ചൂടുള്ള സമയം, നമ്മളെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ആരുമില്ല, എന്തു ചെയ്യും? ആകെ ചൂട്, ആകെ പ്രയാസം. അപ്പോഴുണ്ട് ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഇങ്ങനെ അടുത്തേക്ക് വരുന്നേ. ആശ്വാസം ഉണ്ടാവൂലേ? അവിടെ വന്നിട്ട് ചോദിക്കുക, എന്താ വേണ്ടത്? ആശ്വാസം ഉണ്ടാവൂലേ? സമാധാനം ഉണ്ടാവൂലേ? സന്തോഷം ഉണ്ടാകൂലേ? എങ്കിൽ അതുപോലെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഒരാളും സഹായിക്കാനില്ലാത്ത മഹ്ശറിലത വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയത്ത് കടന്നു വരികയാണ് യഖൂലു സിയാം, നോമ്പ് വന്നുകൊണ്ട് പറയുകയാണ്, ഐ റബ്ബി, എൻ്റെ റബ്ബേ, മനഅതുഹു ത്വആമ വശഹവാതി ബിന്നഹാർ ഫശഫ്ഇനി ഫീഹി. അല്ലാഹുവേ, ഈ മനുഷ്യൻ പകൽ സമയത്ത് ഭക്ഷണം ഒഴിവാക്കിയത്, അവന്റെ വൈകാരികമായ ആഗ്രഹങ്ങൾ ഒഴിവാക്കിയത് റബ്ബേ എനിക്ക് വേണ്ടിയാണെന്ന് നോമ്പ് പറയും. അതുകൊണ്ട് ഫശഫ്ഇനി ഫീഹി, ഞാൻ അവന് വേണ്ടി ശഫാഅത്ത് ചെയ്താൽ അല്ലാഹുവേ അവന് നീ ശഫാഅത്ത് നൽകണേ എന്ന് നോമ്പ് പറയുകയാണ്. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയുന്നു, മനഅതുഹുൻ നൗം ബില്ലൈൽ, അല്ലാഹുവേ രാത്രിയിൽ അവന്റെ ഉറക്കം കളഞ്ഞത് ഞാനാണ്. ആര് പറയും? TV ചാനലല്ല. നമ്മളിപ്പോഴും അതിൻ്റെ പിന്നാലെയാണ്. റമദാനിന് എങ്ങനെ നോമ്പ് തുറക്കെങ്ങനെ നല്ല വിഭവം ഉണ്ടാക്കാം, അത്താഴത്തിന് എങ്ങനെ നല്ല വിഭവം ഉണ്ടാക്കാം, അല്ലേ? സ്പെഷ്യൽ പ്രോഗ്രാമുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിശാച് എങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ പിടിക്കും സഹോദരങ്ങളെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ, പ്രാർത്ഥിച്ചു നിങ്ങളൊക്കെ. അല്ലാഹുവേ, മടിയിൽ നിന്ന്, അലസതയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പ്രാർത്ഥിക്കണം. വരും, അവരൊക്കെ വരും. റമദാന്റെ രാത്രിയിലെ അങ്ങനെ സ്പെഷ്യൽ പ്രോഗ്രാം കണ്ട് ഇരുന്നവർക്ക് ഈ ശഫാഅത്ത് കിട്ടൂല. മറിച്ച് വിശുദ്ധ ഖുർആൻ ഓതി നമസ്കരിച്ചവർക്ക് വിശുദ്ധ ഖുർആൻ വന്നുകൊണ്ട് പറയും. ഖുർആന്റെ രാത്രികളാക്കാൻ കഴിയണം റമദാന്റെ രാത്രികളെ. ഞാൻ പറഞ്ഞല്ലോ, ഈ അഹ്ലൻ റമദാൻ പ്രോഗ്രാമിന് വന്നവരോട് എല്ലാവരോടുമായി പറയാണ്, ഈ കഴിഞ്ഞു പോയ റമദാൻ പോലെയാകരുത് ഈ റമദാൻ. തീരുമാനിക്കണം. കുറേ വലിയ വലിയ സാധനങ്ങളൊന്നും വേണ്ട. കൃത്യമായി എങ്ങനെയൊക്കെ ഈ റമദാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ സഹോദരങ്ങളെ ഉപയോഗപ്പെടുത്തണം. തീരുമാനിക്കണം. ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുമെന്ന് തീരുമാനിക്കണം. എനിക്കറിയാം, കഴിഞ്ഞ റമദാനിലൊക്കെ 3-4 തവണ, 4 ഒരു തവണ തന്നെ
പാടുപെട്ട് ഇങ്ങനെ പോവാ. അപ്പോഴാണ് ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞത്, ഞാൻ 4 തവണ ഖത്തം തീർത്തു. 4 ചോദ്യങ്ങൾ വിചാരിച്ച നടക്കും സഹോദരങ്ങളെ, വിചാരിച്ച നടക്കും. 4 ഒന്നും വേണ്ട, ഒന്നെങ്കിലും തീരുമാനിക്കങ്ങൾ. തീരുമാനിച്ചാൽ പോരാ. അങ്ങനെ ഉണ്ടല്ലോ, റമദാൻ്റെ ആദ്യത്തെ ദിവസം 25 പേജ് ഓതും. ആദ്യത്തെ ദിവസമല്ല, ആദ്യത്തെ സുബിയിലിട്ടേ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആകുമ്പോഴേക്കും ഒരു ഏകദേശം കുറേ കഴിഞ്ഞിട്ടുണ്ടാകും. അവസാനം ഒരു 15-20 കഴിയുമ്പോൾ കുറച്ചും കൂടി നീങ്ങിയിട്ടുണ്ടാവുള്ളൂ. അവസാനം ഖത്തം തീർക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയും. അതുകൊണ്ട് തീരുമാനിക്കണം. വലഖദ് യസ്സർനൽ ഖുർആൻ ലിസ്സിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. നിങ്ങൾ തയ്യാറുണ്ടോ? അല്ലാഹ് ഖുർആൻ എളുപ്പാക്കി തരും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കാം, നമ്മളെല്ലാവരും തീരുമാനിക്കാം. നമ്മുടെ കുടുംബത്തിലെ മക്കളോട് പറയാം, എല്ലാവരോടും പറയാം, ഒന്നിച്ചിരുന്നോത്. തിരക്കുള്ള ആളുകളാണ് എല്ലാവരും, എനിക്കറിയാം, ഡ്യൂട്ടി ഉള്ളവരാണ്, എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ ആ ഡ്യൂട്ടിക്കിടയിലും തീരുമാനിക്കണം, നേരത്തെ ഷെഡ്യൂൾ ചെയ്യണം. ഒരു ദിവസം ഇത്ര പേജ് ഓതും, ഒരു വക്കത്തിന് ഇത്ര പേജ് ഓതും, രാത്രി ഇത്രയോതും, രാവിലെ ഇത്രയോതും എന്ന് തീരുമാനിച്ചാൽ നമുക്ക് കഴിയും സഹോദരങ്ങളെ. അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിയുന്നത്ര ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ വർദ്ധിപ്പിക്കുക, എല്ലാം വർദ്ധിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയം പോലും റമദാനിൽ നമുക്ക് ഒഴിവാക്കാനൊന്നുമില്ല. കുറച്ചൊക്കെ നമുക്ക് പകൽ സമയത്ത് റെസ്റ്റ് എടുക്കേണ്ടി വരും, രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കേണ്ടതൊക്കെ അല്ലേ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചേരൊക്കെ റെസ്റ്റ് എടുക്കാം. അതല്ലാതെ റമദാൻ വന്ന സ്പെഷ്യൽ ക്യാരംസ് കളിയാണ്. ആലോചിച്ച് നോക്കുങ്ങൾ, റമദാൻ വന്നാൽ ചെസ് കളി. എന്തിനാ? നേരം പോകാൻ. അപ്പം അതൊന്നും ഹറാമല്ലല്ലോ. അപ്പം ഹറാമല്ലാത്ത വിനോദങ്ങളിൽ ഏർപ്പെടാമെന്നാണ്. ഏത് മാസത്തിൽ നമുക്ക് പാടുണ്ടോ അങ്ങനെ? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇപ്പം കഴിയും കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇതിനു വേണ്ടി നമ്മൾ ഇഹ്റാം കെട്ടി വന്നല്ലോ, അപ്പം ഈ കാര്യങ്ങൾ കുറച്ച് കേൾക്കണമല്ലോ അല്ലേ. റമദാൻ്റെ ദിവസങ്ങളിൽ കളിയും ഒന്നും വേണ്ട, ഫുട്ബോളും വേണ്ട, ക്രിക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. ഒരു പക്ഷേ വന്നേക്കാം, അപ്പോഴായിരിക്കും IPL വരാം, അപ്പോഴായിരിക്കും 2020 വരാം, അപ്പോഴായിരിക്കും ഫുട്ബോളിൻ്റെ ഒക്കെ. നിങ്ങൾ തീരുമാനിച്ചു സഹോദരങ്ങളെ. പരമാവധി ദിക്റുകൾ വർദ്ധിപ്പിക്കുക. നിങ്ങൾ ദിക്റുകൾ വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് യദ്ഖുലൂനൽ ജന്നത വഹും യദ്ഹഖൂൻ, ചിരിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ കയറാൻ കഴിയും. ചിരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ കയറാൻ കഴിയും. നമ്മളിങ്ങനെ എമിഗ്രേഷനിൽ വന്ന് നിൽക്കുമ്പോഴേ എല്ലാം ഉണ്ടെങ്കിലും ഒരു ബേജാറാ അല്ലേ. വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോൾ പോലീസുകാരനെ കാണുമ്പോൾ ലൈസൻസ് ഉണ്ട്, മുൽക്കിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒരു ബേജാറാ. എന്നാൽ അവരെ മുന്നിൽ കൂടെ ചിരിച്ചിട്ട് ഇങ്ങനെ പോകാൻ കഴിഞ്ഞാൽ എന്തൊരു രസമായിരിക്കും നമുക്ക് അല്ലേ. യദ്ഖുലൂനൽ ജന്നത വഹും യദ്ഹഖൂൻ, ചിരിച്ചിട്ട് അങ്ങോട്ട് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയും. ആർക്കാണെന്നറിയുമോ? കുൽ, അവർ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പറയണമെന്നാ എല്ലാവരും പറഞ്ഞു നോക്കിയേ. അങ്ങനത്തെ ദിക്റുകൾ സഹോദരങ്ങളെ വർദ്ധിപ്പിക്കുക. ഷഹ്റു സദഖയാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. റമദാനും സദഖയും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ റമദാനിനോട് ചേർത്തി പറഞ്ഞു. അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അസ്സൗമു ജുന്ന വസ്സദഖത്തു തുത്ഫിഉൽ ഖതിഅതു കമാ യുത്ഫിഉൽ മാഉൻ നാർ. തീയ വെള്ളം അണക്കുന്നത് പോലെ, തീയ ഇല്ലാതാക്കുന്നത് പോലെ പാപങ്ങളെ ഇല്ലാതെയാക്കി കളയും എന്നാണ് സദഖ. റമദാനെ നമ്മളെ മുന്നിലേക്കൊക്കെ പലരും വരും. അപ്പം നമ്മളെന്താ പറയാന്നറിയോ? ഇതന്നെ പണി, റമദാൻ വന്ന് തുറങ്ങി അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഗേറ്റൊക്കെ കൊണ്ട് പൂട്ടി വെക്കും റമദാൻ വന്നാലേ. ആലോചിച്ച് നോക്കുങ്ങൾ, ഉള്ളത് കൊടുത്തോ. അള്ളാഹ് പറഞ്ഞു വിടണം നമ്മളെ മുന്നിലേക്ക് ഈ സാധനത്തിലേക്ക് ഒരു മെസ്സേജൊക്കെ വരും ചിലപ്പോൾ. ആ മെസ്സേജ് ഒരു പക്ഷേ ഏതോ സ്ഥലത്തെ, നോർത്ത് ഇന്ത്യയിലെ ഇന്ന സ്ഥലത്തെ ഏതോ ഒരു ഗ്രാമത്തിൽ ഒരു പള്ളിയുടെ മെസ്സേജ് ആയിരിക്കും വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അയാളായിരിക്കും നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. അള്ളാഹ് കൊണ്ടുവന്നതാ. കാരണം അള്ളാഹ്ക്ക് തീരുമാനമുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഷമീർ എന്ന മനുഷ്യന് ഒരു 100 രൂപ ഇന്ന നോർത്ത് ഇന്ത്യയിലെ ഇന്ന ഗ്രാമത്തിലെ പള്ളിക്ക് വേണ്ടി കൊടുക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകില്ലല്ലോ. അപ്പം അള്ളാഹ് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോഴോ ഞാൻ തരില്ല എന്നാ. അങ്ങനല്ല. സഹോദരിമാരോടും പറയട്ടെ, നിങ്ങളുടെയും ബാധ്യതയാണ് സദഖ. നിങ്ങൾ പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ പൈസ ചോദിക്കാറുണ്ട്. പല കാര്യങ്ങൾക്കും നിങ്ങളുടേതായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. നിങ്ങൾ ചോദിക്കണം, റമദാനിൽ ചോദിക്കണം. നിങ്ങൾ കൊടുക്കുന്നതിൽ നിന്നും എൻ്റെ കയ്യിലേക്ക് തരണം, എനിക്ക് സദഖ ചെയ്യണം.
എൻ്റെ കൈ കൊണ്ട് സദക്ക ചെയ്യണം, എനിക്ക് ആ പ്രതിഫലം വാങ്ങണം. പൈസ ഒക്കെ ഒരു പക്ഷെ ഭർത്താക്കന്മാരായിരിക്കാം. അവരോട് പറയാ, ഉള്ളതിനനുസരിച്ചിട്ടോ, ഉള്ളതിനനുസരിച്ച് നിങ്ങൾ വാങ്ങണം, നിങ്ങൾ കൊടുക്കണം, ഭാര്യമാരുടെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് പറയണം, നീ കൊടുത്തോ സദക്ക, അവർക്കും കിട്ടട്ടെ. സഹോദരങ്ങളെ, ഞാനൊരു ആ വിഷയത്തിൽ ഒറ്റ കാര്യം കൂടി പറയട്ടെ. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മുനാഫിക്കും മുസ്ലിം തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ അത് സദക്കയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. കണ്ണാടിയുടെ മുന്നിൽ പോയിരുന്നാലേ നമ്മുടെ മുഖത്തുള്ള അഴുക്ക് കണ്ണാടി പറഞ്ഞു തരും, പക്ഷേ നമ്മുടെ മനസ്സിലുള്ള നിഫാക്ക കണ്ണാടി പറഞ്ഞു തരൂല, പറയില്ല. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ സദക്ക ചെയ്യുമ്പോൾ നമ്മുടെ കൈ വിറക്കുന്നുണ്ടോ നോക്കിയാൽ മതി, മനസ്സിനൊരു ഭാരം തോന്നുന്നുണ്ടോ നോക്കിയാൽ മതി. നിഫാക്കിന്റെ അടയാളമാണ് എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിൽ ധാരാളമായി സദക്കകൾ ചെയ്യാറുണ്ട്, ധാരാളം സദക്കകൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ പാത പിൻപറ്റി നമ്മളും സദക്ക ചെയ്യണം. റമദാൻ ഷഹ്റു ദുആയാണ്, ദുആഇന്റെ മാസമാണ്. ഇന്നത്തെ ഖുത്ബകൾ കേട്ടില്ലേ? എന്തായിരുന്നു ഖുത്ബ? ഇതായിരുന്നു ദുആ. ഒമാൻ ലാ ഉകാഫു തന്ന ഖുത്ബ ഇന്ന് ദുആയായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന റമദാന് മുമ്പ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പറഞ്ഞു, നോമ്പുകാരന് സന്തോഷമുണ്ട്, നോമ്പുകാരന് സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സന്തോഷമാണ്, മറ്റൊന്ന് സന്തോഷമാണ്. ഒന്നാമത്തെ സന്തോഷം എന്താ? നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. എന്താണ് നോമ്പ് തുറക്കുമ്പോൾ? അതുവരെ കിടന്നിട്ട് കുറേ വിഭവങ്ങളൊപ്പം എന്താ നിങ്ങൾക്കറിയാലോ കുറേ പേര് സമൂസന്റെ മാസമാണ് റമദാൻ അല്ലേ? അങ്ങനെയുണ്ടോ? പക്ഷേ ആ സന്തോഷമല്ല, അതല്ല നോമ്പ് തുറക്കുന്ന സമയദോഷം. നോമ്പുകാരൻ നോമ്പ് തുറ സമയത്ത് എന്ത് ആവശ്യപ്പെട്ടാലും നൽകുന്ന സമയം എന്തും തരും. ആനുണ്ടോ? തരും. നമുക്ക് സഹോദരങ്ങളെ ആവശ്യമില്ലാത്ത ആരെങ്കിലുണ്ടോ? കടങ്ങൾ പ്രയാസപ്പെടുന്നവർ, ശാരീരിക പ്രയാസമുള്ളവർ, അസുഖങ്ങളുള്ളവർ, മക്കൾ വിവാഹപ്രായം, പെൺമക്കൾ വളർന്നു വരുന്നവർ, മക്കളുടെ വിദ്യാഭ്യാസം, പരീക്ഷ ഒക്കെ ഇല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കോ സൂപ്പർ മാർക്കറ്റിലേക്കോ പോകുമ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടി അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന എഴുതിയ കാര്യങ്ങൾ മേടിക്കയില്ല, എഴുതാത്ത കാര്യങ്ങൾ കുറേ മേടിക്കാറുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാറ്? മറക്കാതിരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ടത് എഴുതി വെക്കും. എഴുതി വെച്ച സഹോദരങ്ങളെ, റമദാനിൽ ഒന്നാമത്തെ റമദാൻ കഴിഞ്ഞാൽ, ഒന്നാമത്തെ റമദാനിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും: പാപ്പാരെ, ഉമ്മാരെ, നിങ്ങളെ മക്കളില്ലേ, വീട്ടിൽ ചെറിയ മക്കളില്ലേ, പിഞ്ചു മക്കളില്ലേ, ആ മക്കളോട് നിങ്ങൾ ആവശ്യം പറ. മോനെ, പാപ്പാൻ്റെ ആവശ്യം ഇതാ. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ നീ റബ്ബിനോട് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് ഇതായിരിക്കണം, പാപ്പാക്ക് വേണ്ടി. നിങ്ങൾ പറയണം, ഓരോ നോമ്പ് തുറക്കുമ്പോഴും റബ്ബേ, ഞാൻ ഇന്ന കാര്യങ്ങൾ നിന്നോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ. 29 നോമ്പാണോ 30 നോമ്പാണോ എങ്കിൽ ആ 29 30 ആവശ്യങ്ങൾ സഹോദരങ്ങളെ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങാൻ നമുക്ക് സാധിക്കണം. എഴുതി വെച്ചോ പറ്റുമെങ്കിൽ. ഇന്നു മുതലേ ചിലപ്പോൾ എഴുതുമ്പോൾ കുറേ ഉണ്ടാകും, 100 എണ്ണം ഉണ്ടാകും. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 50 എണ്ണം എടുക്കുക, അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 30 എണ്ണം എടുക്കുക. എന്നിട്ട് ആ 30 എണ്ണത്തിന് മറ്റുള്ളതൊക്കെ ചോദിക്കണം കേട്ടോ, മറ്റു പല സമയങ്ങളിൽ എപ്പോഴും ചോദിക്കണം. പക്ഷേ ഈ 30 എണ്ണം വളരെ പ്രാധാന്യത്തോടു കൂടി ഓരോ നോമ്പ് തുറക്കുമ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്: ദാഹം പോയി, വിശപ്പൊക്കെ പോയി, എൻ്റെ ഞരമ്പുകളെല്ലാം നനഞ്ഞു. ഇനി റബ്ബിന്റെ തീരുമാനമുണ്ടെങ്കിൽ, റബ്ബ് ഉദ്ദേശിച്ചാൽ പ്രതിഫലവും ഉറപ്പായി.
കണ്ടോ നിങ്ങളെ? അള്ളാഹുവിൻ്റെ പ്രതിഫലവും ഉറപ്പായി. പക്ഷേ നമുക്കതൊന്നും പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല. ആ സമയത്തെ ഭയങ്കര തിരക്കാ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സഹോദരിമാരെ, നിങ്ങളെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. പലപ്പോഴും എന്താണെന്നറിയോ, ബാങ്ക് കൊടുക്കുമ്പോൾ കിച്ചണിൽ നിന്ന് ഓടി ഒരു ഗ്ലാസും കൊണ്ട് വെള്ളം കൂടെ കൊണ്ടുവെക്കും, എന്നിട്ടൊരു കാരക്കെടുത്ത് വായിൽ കിട്ടിട്ട് അടുത്തെടുക്കാൻ വേണ്ടി ഓടും. അല്ലേ? ഒരുങ്ങിയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നോമ്പ് തുറക്കാൻ കാത്തിരിക്കണം, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കാനുള്ള ആ ഈത്തപ്പഴം, അതിൻ്റെ ഓർഡർ അങ്ങനെയാണല്ലോ. ഒന്നുകിൽ ഈത്തപ്പഴം, അല്ലെങ്കിൽ കാരക്ക, അല്ലെങ്കിൽ പച്ചവെള്ളം. ജ്യൂസൊക്കെ ഉണ്ടാവും, കട്ട്ലേറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ രണ്ടാമതും മൂന്നാമതൊക്കെ. ആദ്യം ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണം. അത് സുന്നത്താണ്. ഈത്തപ്പഴമില്ലേ? കാരക്ക ഇല്ലേ? പച്ചവെള്ളം. അവിടെ ഇരിക്കണം ഒരു 5 മിനിറ്റെങ്കിലും, ചുരുങ്ങിയത് ബാങ്കിൻ്റെ ഒരു 5 മിനിറ്റ്. നമുക്ക് ആ സമയത്തില്ലാത്ത ചർച്ചകളില്ല. ഇനി നോമ്പുറക്കം കൂടിയായിരിക്കും ആ സമയത്ത് കുറച്ച് ആൾക്കാർ. അപ്പോഴാണ് നമ്മൾ രാഷ്ട്രീയം, ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാം കടന്നു വരും. അല്ലേ? ഒക്കെ അവസാനിപ്പിക്കണം. ഈ റമദാൻ കഴിഞ്ഞ റമദാൻ പോലെ ആകരുത്. അതിനാണ് ഇന്ന് നമ്മൾ കൂടിയ ഇവിടെ. വെറുതെ കൂടി ഒരു ചെവിയിലൂടെ കേട്ട് മറുകാതിലൂടെ തള്ളിവിടാനാണെങ്കിൽ ഈ കൂടലിന് അർത്ഥമില്ലല്ലോ. തീരുമാനിക്കണം. ഉമ്മാരെ, ഉപ്പാരെ എല്ലാവരും തീരുമാനിക്കണം. ഈ റമദാനെ എല്ലാ ദിവസത്തിലും കഴിയുന്നത്ര, ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയേക്കാം, എങ്കിലും കഴിയുന്നത്ര സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു 5 മിനിറ്റെങ്കിലും 10 മിനിറ്റെങ്കിലും തയ്യാറായി കാത്തു നിൽക്കാൻ നമുക്ക് സാധിക്കണം. കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി നോമ്പ് തുറക്കലല്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകളൊക്കെ പറയും, എൻ്റെ വീട്ടിൽ നിന്ന് 10 ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ 12 എണ്ണം. 12 ഉണ്ടായോ? എന്നാൽ നാളെ എൻ്റെ വീട്ടിൽ 13 ഉണ്ടാകും. എന്നിട്ട് മത്സരിക്കുക, വിഭവങ്ങൾ ഉണ്ടാക്കി മത്സരിക്കുക, എന്നിട്ടോ ബാക്കി കൊണ്ട് വേസ്റ്റിലേക്ക് തള്ള. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, അത് പിശാചിൻ്റെ മാർഗമാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. നോമ്പ് തുറപ്പിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ നോമ്പ് തുറക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുക. അയാൾക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം ഒരൽപ്പം പോലും കുറയാതെ നമുക്ക് ലഭിക്കും. കുറച്ച് പോലും കുറയൂല, നമുക്ക് കിട്ടും. ആലോചിച്ച് നോക്കിയങ്ങൾ, 5 നോമ്പായി നിരിക്കാം. നമ്മൾക്ക് 5 നോമ്പ് എടുത്തിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? ഓരോ ദിവസവും 2 ആളെ നോമ്പ് ഉറപ്പിച്ചു. എനിക്ക് 10 എണ്ണം എക്സ്ട്രാ കിട്ടി. ആലോചിച്ച് നോക്കിയങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ പാവപ്പെട്ട എത്രയോ ആളുകളുണ്ട്. അവരെയൊക്കെ നോമ്പ് തുറപ്പിക്കുക. ഇനി നോമ്പ് ഉറപ്പിക്കൽ പാവപ്പെട്ടവരെ മാത്രമല്ല കേട്ടോ. നോമ്പുറപ്പിക്കൽ പാവപ്പെട്ടവരെ മാത്രമല്ല, നോമ്പുകാരനെ നോമ്പ് ഉറപ്പിച്ചാൽ എന്താ? പക്ഷേ അതൊരു വലിയ സൽക്കാരമോ വിഭവ മത്സരമോ ഒന്നും ആക്കി മാറ്റരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ സന്തോഷം. നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പുകാരൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുന്ന സമയം. ഇതാണ് ഒന്നാമത്തെ സന്തോഷമെങ്കിൽ, രണ്ടാമത്തെ സന്തോഷം ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ, റയ്യാൻ എന്നൊരു കവാടമുണ്ട് സ്വർഗത്തിന്. അതാണ് റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് എന്ന് നമ്മൾ പറയാൻ കാരണം. റയ്യാൻ എന്നൊരു കവാടമുണ്ട് സ്വർഗത്തിന്. യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ, നോമ്പുകാർക്കും മാത്രം പ്രവേശിക്കാൻ വേണ്ടി അല്ലാഹ് പ്രത്യേകമായി തയ്യാറാക്കി വച്ച റയ്യാൻ എന്ന കവാടം. വേറെ ആരും അതിലൂടെ പ്രവേശിക്കുകയില്ല. അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഐന സ്വായിമൂൻ, എനിക്ക് വേണ്ടി നോമ്പെടുത്തവർ എവിടെ? അവിടെ നിന്ന് അല്ലാഹുവിന്റെ വിളിയാളം ഉണ്ടാവുകയാണ്. ഐന സ്വായിമൂൻ, എവിടെ നോമ്പുകാരെന്ന് ചോദിക്കും. ഫയഖൂമൂൻ, അതാ നോമ്പുകാർ എഴുന്നേറ്റു വരികയാണ്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും ഫഇദാ ദഖലൂ ഖലിക ഫലം യദ്ഖുലു മിൻഹു അഹദുൻ, നോമ്പുകാരതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിലങ്ങ് അടച്ചു കളയുകയാണ്. അല്ലാഹു റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്താഴം സുന്നത്താണ്, നോമ്പിന്റെ പ്രത്യേകതയാണ് അത്താഴം. പലപ്പോഴും ഉണ്ടല്ലോ പ്രവാസികൾക്കൊരു പ്രശ്നമുണ്ട്. ശരിയാണ്, ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാറെന്നറിയോ, രാത്രി നേരം വൈകി വന്ന് പിന്നെ തറാവിഹൊക്കെ കഴിയുമ്പോൾ ഒരു 12 മണിയൊക്കെ ആവുമല്ലോ, അപ്പം അങ്ങോട്ട് ഭക്ഷണം കഴിക്കും, എന്നിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങും, എന്നിട്ടോ സുബഹിക്ക് എഴുന്നേൽക്കും. ശരിയല്ല. തസഹറൂ, നിങ്ങൾ അത്താഴം കഴിക്കണേ. ഫഇന്ന ഫിസ്സുഹൂരി ബറക, അത്താഴത്തിൽ ബറക്കത്തുണ്ടേ. എന്താണ്ടെന്ന് ഒന്ന് പറഞ്ഞേ. അത്താഴത്തിൽ
എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുതരാം. ഇന്ന് രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഇടക്ക് വെള്ളം കുടിച്ചില്ലേ? ഉച്ചക്ക് എന്താ കഴിച്ചേ? ബിരിയാണി, നെയ്ച്ചോറ് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ നിങ്ങൾ? കഴിച്ചു. പക്ഷെ ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് വിശന്നില്ലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവർ, അതിനിടയിൽ വെള്ളം കുടിച്ചവർ, എന്നിട്ട് ഉച്ചയായപ്പോഴേക്ക് എന്തായി? നമുക്കൊരു വിശപ്പ് വന്നു. അതും കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ എന്തും കുടിച്ചിട്ടുണ്ട്? ഒരു ചായയും കുടിച്ചിട്ടുണ്ടാവും. ഏകദേശം അങ്ങനെ. എല്ലാവരും ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ റമദാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളും അത്താഴം എന്ന് പറഞ്ഞാൽ ഒരു ഈത്തപ്പഴം, കുറച്ച് വെള്ളം, അല്ലേ? അതൊക്കെ അല്ലേ സാധാരണ കഴിക്കാറുള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിച്ചേക്കാം. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഇടയിലെ വെള്ളമില്ല, ചായ ഇല്ല, ലഞ്ചില്ല, വൈകുന്നേരം ചായ ഇല്ല. നല്ല ബേജാറുണ്ടോ നമുക്ക്? ചെറിയൊരു ക്ഷീണം സ്വാഭാവികം എന്നുള്ളതല്ലാതെ ഇല്ലല്ലോ. ഇതാണ് ബർക്കത്ത്. അതാണ് അത്താഴത്തിന്റെ ബർക്കത്ത. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ നോമ്പൊന്നും എടുക്കണ്ട. ഇന്ന് വെറുതെ രാത്രി സുബഹിക്കുമ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ച് നിങ്ങൾ കിടന്നോ. എന്നിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുങ്ങൾ. നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട, ഉച്ചയാകുമ്പോഴേക്കും വിശപ്പുടങ്ങും. കഴിച്ചേ പറ്റുള്ളൂ, ഉറപ്പാണത്. വെള്ളമെങ്കിലും കുടിക്കേണ്ടി വരും. അത്താഴം നെയ്യത്ത് വെച്ച്, നോമ്പിൽ നെയ്യത്ത് വെച്ച് നിങ്ങൾ അത്താഴം കഴിച്ചോ, നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ചെറിയ ക്ഷീണമുണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നോമ്പുകാരൻ ഫസ്ലുമാ ബൈന സുയാമിനാ വസുയാമി അഹ്ലിൽ കിതാബ് അക്കലത്തു സഹർ. മുസ്ലിമിന്റെ നോമ്പും ജൂതന്റെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം അത്താഴമാണ്. ജൂതൻ എന്ത് ചെയ്യില്ല? അത്താഴം കഴിക്കൂല. മുസ്ലിം എന്ത് ചെയ്യണം? അത്താഴം കഴിക്കണം. ഇനി വേറൊരു രസം കൂടി ഉണ്ട് അത്താഴ സമയത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മളെന്താ ചെയ്യാറെന്നറിയാം? അത്താഴ സമയത്ത് അത്താഴം കഴിച്ചാൽ വേഗം പിന്നെയും കിടന്നുറങ്ങും. സുബഹി തന്നെ നഷ്ടപ്പെടും പലർക്കും, അല്ലേ? അത്താഴ സമയത്ത് ദുആ ചെയ്യുന്നവരെ നിങ്ങൾക്ക് സ്വർഗമാണ്. അത്താഴ സമയത്ത് ദുആ ചെയ്യണം. ഇസ്തിഗ്ഫാർ നടത്തേണ്ട സമയമാണ് സഹോദരങ്ങളെ. ഞാൻ അവസാനിപ്പിക്കാണ്. നമ്മൾ വിചാരിച്ചാൽ അള്ളാഹു തരും, യാതൊരു സംശയവും ആരും വിചാരിക്കണ്ട. അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തിയാൽ മതി. റസൂൽ പറഞ്ഞല്ലോ, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം. നിങ്ങളെ റബ്ബ് ലജ്ജയുള്ളവനാണ്. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി കൈകൾ ഉയർത്തിയാൽ ആ കൈകൾ വെറും കൈയോടെ മടക്കില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല, സക്കാത്തിന്റെ കാര്യം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ മുമ്പുള്ള കാര്യം. ഇസ്ലാം കാര്യങ്ങൾ എത്ര? 5 5. അതിൽ മൂന്നാമത്തതാണ് എന്ത്? സക്കാത്ത്. നമ്മൾ പലപ്പോഴും വിചാരിച്ചത് സക്കാത്ത് മുതലാളിമാർക്കുള്ള ഒരു കാര്യമാണ്. അല്ല, ഓരോ വർഷവും കണക്ക് നോക്കണം, എല്ലാവരും കണക്ക് നോക്കണം. എന്നിട്ട് കൃത്യമായി കണക്ക് നോക്കി സക്കാത്തിന്റെ പരിധി എത്തിയാൽ എല്ലാവരും സക്കാത്ത് കൊടുക്കണം. എല്ലാവരും. 10.5 പവനിൽ കൂടുതലുള്ള സ്ത്രീകൾ സ്വർണം ഉപയോഗിക്കുന്നുവെങ്കിൽ, സ്വർണമുണ്ടെങ്കിൽ നിങ്ങളും സക്കാത്ത് കൊടുക്കണം. അത് ഉപയോഗിക്കുന്ന സ്വർണ്ണായാലും, ലോക്കറിൽ വെച്ച സ്വർണ്ണായാലും, അലമാരി വെച്ച സ്വർണ്ണായാലും. ചില ആളുകളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലർ പറയും ഉപയോഗിക്കുന്ന സ്വർണത്തിന് മാത്രം സക്കാത്ത് കൊടുത്താൽ മതി, നിങ്ങൾ അലമാരി വെച്ച് പൂട്ടിയ, ലോക്കറിൽ വെച്ച് പൂട്ടിയ സ്വർണത്തിന് സക്കാത്ത് വേണ്ട എന്നാ ചില ആളുകൾ പറയും. ചില ആളുകൾ പറയും ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് വേണ്ട, ലോക്കറിൽ വെച്ചതിന് മതി എന്നും ചില ആളുകൾ പറയും. അങ്ങനെയല്ല. നിങ്ങളുടെ സ്വന്തമായി 10.5 പവനുണ്ടെങ്കിൽ, അത് ലോക്കറിലാവട്ടെ, അത് അലമാരയിലാവട്ടെ, നിങ്ങളുടെ കൈകളിലാവട്ടെ, ആ ആഭരണം 10.5 പവനുണ്ടെങ്കിൽ ഉറപ്പായും സക്കാത്ത് കൊടുക്കണം. സംശയിക്കേണ്ട. സക്കാത്തിന്റെ ഒരു ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. പലപ്പോഴും അങ്ങനെയുണ്ട്. 10.5 പവനായിട്ടും സക്കാത്ത് കൊടുക്കാത്തവർ കണക്ക് നോക്കുന്ന എത്ര പേർ നമുക്കിടയിലുണ്ട്? സക്കാത്തിന്റെ വിഷയം, നിസ്കരിക്കുന്ന കൃത്യമായി 5 നേരം നിസ്കരിക്കുന്നവർ, നോമ്പെടുക്കുന്നവർ, സക്കാത്തിന്റെ കൃത്യമായി കണക്ക് നോക്കി അതിന്റെ അവകാശികളെ കണ്ടെത്തി സക്കാത്ത് കൊടുക്കുന്നവർ സമൂഹത്തിന് കുറവാണ്. നമ്മളതിൽ പെടാൻ പാടില്ല. ശിക്ഷയാണ് സഹോദരങ്ങളെ. ഇസ്ലാമിന്റെ ഒരു പില്ലറാണ്, ഇസ്ലാമിന്റെ ഒരു തൂണാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. മനഃപൂർവ്വം സക്കാത്തിന്റെ വിഷയം അവഗണിച്ചാൽ ഫർദ് ഒഴിവാക്കിയതിന്റെ ശിക്ഷയാണ്. മനസ്സിലാക്കിക്കോ. സ്വതക്കയല്ല സക്കാത്ത്. വീട്ടിലേക്ക് വരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും എടുത്തു കൊടുത്താൽ സക്കാത്ത് ആവൂല.
അതിന്റെ കണക്ക് നോക്കണം. എന്നിട്ട് അതിന്റെ അവകാശികളെ കണ്ടെത്തി അവകാശികൾക്ക് കൊടുക്കുമ്പോഴേ അത് സക്കാത്താകും. ഇതുപോലെ ലുഹറിന് പള്ളിയിൽ പോയി 4 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയതാ. പക്ഷെ ബാങ്ക് കൊടുത്തിട്ടില്ല. ഞാൻ ചെന്നപ്പോ തഹിയ്യത്ത് നിസ്കരിച്ചു 2 റക്അത്ത്. ബാങ്ക് കൊടുത്തപ്പോ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള 2 റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ 4 ആയി. ലുഹറിന് മുമ്പുള്ള 4 റക്അത്ത് രണ്ടുമായി. ഞാൻ റവാത്തിബ് നിസ്കരിച്ചു. അപ്പൊ 8 റക്അത്തായി. അപ്പൊ ഞാൻ വിചാരിക്കാം ലുഹർ 4 അല്ലേ ഉള്ളൂ, അപ്പൊ ഞാൻ എത്ര നിസ്കരിച്ചു? 8 നിസ്കരിച്ചല്ലോ. അതുകൊണ്ട് പോവാം. പറ്റോ? ഇല്ല. സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ കഴിയാത്തവർ, സക്കാത്ത് നോക്കാത്തവർ, അവന്റെ നോമ്പ് പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. സഹോദരിമാരെ, നിങ്ങൾക്ക് അനുവദിച്ചതാണ് സ്വർണം, സംശയമൊന്നുമില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണം അതിന്റെ സക്കാത്ത് കൃത്യമായി കണക്ക് നോക്കി കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഭർത്താവ് നോക്കിക്കോളുന്നല്ല, നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ പരലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാചകം കഴുത്തിലൂടെ സർപ്പമായി വരും, നരകത്തിലെ സർപ്പമായി വന്ന് അനമാലുക്ക അനകൻസുക്ക എന്ന് പറഞ്ഞ് മുഖത്ത് ആഞ്ഞാഞ്ഞു കൊത്തുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, അവസാനിപ്പിക്കാണ്. മത്സരിക്കുക. ഒരു നിമിഷം പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തി എന്ന കാരണത്താൽ നമുക്കൊരു വേദനയും ഉണ്ടാകാൻ പാടില്ല. ഈ റമദാനിൽ ഒരു സംഭവം കൂടി പറയട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചു. പക്ഷെ പ്രവാചകനെ കാണാൻ കഴിയാത്തത് കൊണ്ട് സ്വഹാബി അല്ലാതെ പോയ താബിഉകളിൽ പ്രധാനിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഉസൈലത്തു അസ്സനാബിഹി എന്ന് പറയുന്ന പ്രഗൽഭനായ താബിഈ പണ്ഡിതനാണ്. ആദ്യകാല കിബാറു താബിഈങ്ങളിൽപ്പെട്ട, മുൻകാല താബിഈകളിൽപ്പെട്ട പ്രമുഖനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ബൈനി വബൈനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖംസു ലയാലിൻ. ഞാനും അല്ലാഹുവിന്റെ പ്രവാചകനും തമ്മിൽ 5 ദിവസത്തെ 5 രാത്രിയുടെ ദൈർഘ്യമേ ഉള്ളൂ, അകലമേ ഉള്ളൂ. എന്താ പറഞ്ഞത്? ഞാനും അല്ലാഹുവിന്റെ പ്രവാചകനും തമ്മിൽ 5 രാത്രിയുടെ അകലമേയുള്ളൂ. എന്തേ കാരണം എന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, മരണത്തിനു മുൻപ് അല്ലാഹുവിന്റെ പ്രവാചകനെ നേർക്ക് നേരെ കണ്ട ഒരു മുസ്ലിം ആണെങ്കിൽ അവന്റെ പേര് സ്വഹാബി എന്ന. പക്ഷേ ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ സ്വഹാബിക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? സ്വഹാബി എന്ന പദവി കിട്ടിയില്ല. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടില്ല. അദ്ദേഹം പ്രവാചകനെ കുറിച്ചറിഞ്ഞു, യമൻകാരനാണ്. അദ്ദേഹം മദീനത്തേക്ക് പ്രവാചകനെ കാണാൻ വേണ്ടി പോവാണ്. ആ പോകുന്ന വഴിയിൽ ത്വായിഫിൽ വെച്ച് അദ്ദേഹം മദീനത്തു നിന്നും വരുന്ന കുറച്ച് ആളുകളെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, മൽ അഖ്ബാറു ഫിൽ മദീന, എന്താണ് മദീനത്തെ അഖ്ബാർ, എന്താണ് മദീനത്തെ വിശേഷം എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ടു, ആ പ്രവാചകനെ മറമാടി ഞങ്ങൾ വരികയാണ്, 5 ദിവസമായി മരിച്ചിട്ട്. അദ്ദേഹത്തിന് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വല്ലാതെ കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകമാണ്, ഞാനും പ്രവാചകനും തമ്മിൽ 5 രാത്രിയുടെ അകലമേയുള്ളൂ. ഒന്നെന്റെ യാത്ര സ്പീഡാക്കിയിരുന്നുവെങ്കിൽ, ഒന്നെന്റെ യാത്ര ഒരൽപ്പം നേരത്തെ ആക്കിയിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ്, അത്തുഉദതു ഫീ കുല്ലി ഷൈഇൻ ഖൈർ. ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും നിങ്ങൾ മിതത്വം കാണിക്കണം. ഇല്ലാ ഫി അമലിൽ ആഖിറ, പരലോക വിഷയത്തിൽ നിങ്ങൾ സാവകാശം കാണിക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അഹ്ലൻ റമളാൻ എന്ന ഈ പ്രോഗ്രാമിൻ്റെ അവസാനിപ്പിക്കുമ്പോൾ സ്വഹാബികളുടെ ഒറ്റ വാക്ക് കൂടെ കേൾപ്പിക്കട്ടെ. റമളാനിനെ ഓരോ റമളാൻ വരുമ്പോഴും അവർ പറയുമെന്നാണ്, കുന്നാ നസ്തഖ്ബിലു ഇസ്തിഖ്ബാലൽ മുവദ്ദിഈൻ. ഇത് ഞങ്ങളുടെ ആയുസ്സിലെ അവസാന റമളാനായിരിക്കും എന്ന ചിന്തയാണ്. അതുപോലെ അടുത്ത റമളാൻ വരുമ്പോൾ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അടുത്തൊരു അഹ്ലൻ റമളാൻ നടത്താൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ, സംസാരിക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു പക്ഷേ കേൾക്കാൻ നിങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനിടയിലാണ് പടച്ച റബ്ബിന്റെ വിളിയാളമെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ആയുസ്സിലെ അവസാന റമളാനായിരിക്കും ഇത്. അതുകൊണ്ട് ഈ റമളാനിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക, കഴിയുന്നത്ര അമലുകൾ വർദ്ധിപ്പിക്കുക, കഴിയുന്നത്ര ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ വിരുന്നുകാരനാകുന്ന റമളാനിനെ ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടെ യാത്രയാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ ദിവസം ഓർമ്മയിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്, മറക്കാൻ കഴിയാത്ത ഒന്ന്. ഇതുപോലെ അഹ്ലൻ റമളാൻ പ്രോഗ്രാമുകളിൽ
നിങ്ങളൊക്കെ വന്നതുപോലെ നമ്മളൊക്കെ വന്നതുപോലെ വന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരനുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും അറിയാം, അബ്ദുൾ റസാഖ് സാഹിബ് ലുലു അബ്ദുൾ റസാഖ് സാഹിബ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരും വളരെ കുറവായിരിക്കും. അദ്ദേഹം ഈ ലോകത്തോട് യാത്ര ചോദിച്ച ദിവസമാണ് ഇന്നാണ് അദ്ദേഹത്തെ മറമാടിയത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ